നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. മേടം രാശിയിലായി കാണപ്പെടുന്ന ജന്മനക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയും വൃക്ഷം കാഞ്ഞിരവും പക്ഷി പുള്ളുമാണ്. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവന്മാരാണ്. നല്ല സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. മേടം രാശിയുടെ അധിപനായ കുജൻ്റെ ഉത്സാഹവും ശൗര്യവും ഈ നക്ഷത്രക്കാരിൽ പ്രകടമായി കാണാം. വിവിധ കാര്യങ്ങളിലുള്ള അറിവ്, ധൈര്യം, ബുദ്ധിശക്തി, ആകർഷകമായ ശരീരപ്രകൃതി, സ്ഥിരോത്സാഹം, പാണ്ഡിത്യം ഇവയെല്ലാം അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. തികഞ്ഞ അഭിമാനബോധികളായ ഇവർ അഭിമാനത്തിന് കളങ്കം വരുന്നതൊന്നും തന്നെ പൊറുക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുകയില്ല. സഹായം ചോദിച്ചു വരുന്നവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇക്കാര്യത്തിൽ ഇവർക്ക് യാതൊരു ലുപ്തും ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. ഇക്കാരണം കൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർ മുതലെടുക്കാറുമുണ്ട്. ഒരു വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും സമ്മർദ്ദങ്ങളിലും അടിമപ്പെടാത്ത അശ്വതി നക്ഷത്രക്കാർ ഇഷ്ടമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല. സ്വപ്രയത്നം കൊണ്ട് ഉയർച്ചയിലെത്തുന്നവരാണ് അശ്വതിക്കാർ. താൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ പെട്ടെന്ന് കോപവും ഇച്ഛാഭംഗവും വരുന്ന ഇവർ ചില സമയങ്ങളിൽ തികഞ്ഞ സ്വേച്ഛാധിപത്യ സ്വഭാവം പുലർത്താറുണ്ട്. ഇനി 2024 അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം. ഗുണദോഷ സമ്മിശ്രമായ തുടക്കമായിരിക്കും ഇവർക്ക് 2024. 2023 അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും ഏറെ പുരോഗതി നേടുവാൻ ഇവർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. വർഷാരംഭത്തിൽ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ശനിയുടെ 11ാം ഭാവത്തിലെ സ്ഥിതി അശ്വതിക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ്. പുതിയ ഗൃഹം പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. വാഹന സംബന്ധിയായുള്ള ചെലവുകൾ വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സന്തോഷവും സംജാതമാകും. വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നതാണ്. സന്താനങ്ങൾക്ക് പലവിധത്തിലുമുള്ള ഉയർച്ച ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ അംഗീകാരം ലഭിക്കുകയും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ചെറുകിട വ്യവസായികൾക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സ്ത്രീകൾക്ക് വസ്ത്രാഭരണ ലഭ്യത ഉണ്ടാകുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ തൃപ്തികരമായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. തൽഫലമായി മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതുമാണ്. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ടാകും. ഔദ്യോഗികമായ കാരണങ്ങളാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം വന്നു ചേരും. വിദേശയാത്ര സാധ്യമാകും. മാതാവിന് മാനസിക വേദനകളുണ്ടാകുന്ന തരത്തിലുള്ള അനുചിത പ്രവൃത്തികൾ ഉണ്ടായേക്കാം. മഹത് വ്യക്തികളുമായും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവരുമായും
അടുത്തിടപഴകുവാനുള്ള അവസരം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുന്നതാണ്. സാങ്കേതിക രംഗത്തും മറ്റും സ്വന്തം കഴിവുകളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മുൻകോപത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും തങ്ങളുടേതായ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പകർച്ചവ്യാധികളും മറ്റും പിടിപെട്ടേക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. വർഷമധ്യത്തിന് ശേഷം ചെലവുകൾ അധികരിക്കുകയും അനാവശ്യ ചെലവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. വീട്ടിൽ വഴക്കുകളോ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലൂടെ മനോവിഷമങ്ങൾ വർദ്ധിക്കും. ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും. സുഹൃത്തുക്കളുമായി കലഹിക്കേണ്ട സാഹചര്യമുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും പലവിധ സഹായങ്ങളും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ തമ്മിലുള്ള തർക്കങ്ങൾക്കും വഴക്കുകൾക്കും മധ്യസ്ഥത വഹിക്കേണ്ട സാഹചര്യം വന്നു ചേരും. അഗ്നി, വാഹനം, വൈദ്യുതി എന്നിവയിൽ നിന്നും അപകടങ്ങൾ ഉണ്ടായേക്കാം. വർഷാവസാനത്തോടെ ഭാഗ്യാനുഭവങ്ങൾ ഏറി വരും. മത്സരരംഗത്ത്, തൊഴിൽ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ലോട്ടറി, നറുക്കെടുപ്പ്, ചിട്ടി എന്നിവയിൽ വിജയം കൈവരിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ പിന്തുണയോടെ പല കാര്യങ്ങളും ഉചിതമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 2024 പൊതുവെ നേട്ടങ്ങളുടെ വർഷം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായി പറയുന്ന നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് അനുകൂലമായി പറയുന്ന മാസങ്ങൾ മേടം, മിഥുനം, ചിങ്ങം, കന്നി എന്നിവയാണ്. 7, 9, 16, 18, 25, 27 എന്നിവ ഇവർക്ക് ഗുണകരമായ തീയതികളായി പറയുന്നു.